لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ പുതിയ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്നു മുതൽ പ്രവേശിക്കുന്നത്. കിതാബുൽ ഉമൂരിൽ മൻഹിയ അൻഹാ. അൽ ഉമൂറുൽ മൻഹിയു അൻഹാ, വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഉമൂർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, അമ്രിൻ്റെ ബഹുവചനാണ് ഉമൂർ. അൽ മൻഹിയു അൻഹാ, നഹ എന്ന് പറഞ്ഞാൽ വിരോധിച്ചു, മൻഹിയ് വിരോധിക്കപ്പെട്ടത്, അൻഹ അവയെക്കുറിച്ച്. ഇപ്പം വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ സുദീർഘമായ കുറേ അധ്യായങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ സൂക്ഷ്മതയും ശ്രദ്ധയും കാണിക്കേണ്ടുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അതിൽ ആദ്യം തന്നെ എടുത്തുകൊടുത്ത അധ്യായം ബാബു തഹ്രീമിൽ ഗീബ വൽ അംറു ബിഹിഫ്ളിൽ ലിസാൻ. ഗീബത്ത് നിഷിദ്ധമാണ്, ഗീബത്തിൻ്റെ നിഷിദ്ധത അത് എത്രത്തോളം ഗൗരവമാണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. വൽ അംറു ബിഹിഫ്ളിൽ ലിസാൻ, നാവ് സൂക്ഷിക്കുന്നതിൻ്റെ ആ കാര്യത്തെ സംബന്ധിച്ചും, നാവ് എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പാലിക്കണം, സൂക്ഷിക്കണം എന്ന കാര്യവും അടങ്ങുന്ന ഏതാനും ഹദീസുകളാണ് ഇനി നമുക്ക് വായിക്കുവാനും കേൾക്കുവാനുമുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി, ഹദീസുകൾ പറയുന്നതിൻ്റെ മുമ്പ് അതിനോടനുബന്ധമായ ഏതാനും ആയത്തുകൾ ഉപോത്ബലകമായി അദ്ദേഹം കൊടുക്കാറുണ്ട്. ഇതിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് 3 ആയത്തുകളാണ് തുടക്കത്തിൽ. ഒന്ന്, ഗീബത്തിനെ സംബന്ധിച്ച് നേർക്ക് നേരെ തന്നെ അരുത് എന്ന് പറയുന്ന സൂറത്തുൽ ഹുജറാത്തിലെ 12ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഇതാണ് ഒന്നാമതായി ചേർത്ത ആയത്ത്. അതിൻ്റെ ഈ ആയത്ത് ഒരു സുദീർഘമായൊരായത്താണ്. അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ഊഹമനുസരിച്ച് പ്രവർത്തിക്കരുത്, ഊഹങ്ങൾ പറയരുത്, ഊഹങ്ങളെ നിങ്ങൾ വെടിയണം, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് നടക്കരുത് എന്നൊക്കെ പറഞ്ഞതിനോട് ചേർത്ത് പറയാണ് വലാ യഗ്തബ് ബഅദുകും. തുടക്കത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ ഊഹത്തെ വെടിയണം, ചുഴിഞ്ഞന്വേഷിക്കാൻ നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാമത് പറയാണ് വലാ യഗ്തബ് ബഅദുകും ബഅദാ. വലാ യഗ്തബ് ബഅദുകും ബഅദാ. ഇഗ്താബ എന്ന് പറഞ്ഞാൽ ഒരാളെ ദുഷിച്ച് പറയുക, ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ മോശപ്പെട്ട കാര്യങ്ങൾ പറയാം. ഇതിനാണ് ഗീബത്ത് എന്ന് പറയാൻ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അല്ലാഹ് പറയാണ് വലാ യഗ്തബ് ബഅദുകും, നിങ്ങളിൽ ചിലർ പരദൂഷണം പറയരുത്, ബഅദൻ ചിലരെ. എന്നിട്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ ഒരു ഉപമ. അയുഹിബ്ബു അഹദുകും, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ, അഹബ്ബ യുഹിബ്ബു, അയുഹിബ്ബു ഇഷ്ടപ്പെടുമോ,
അഹദുക്കും നിങ്ങളിൽ ഒരാൾ അയ്യഅകുല അകല യഅകുലു ഭക്ഷിക്കുക തിന്ന അയ്യഅകുല ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ എന്ത് ലഹ്മ അഖീഹി തൻ്റെ സഹോദരന്റെ മാംസം മൈതൻ അയാൾ മരിച്ചു കിടക്കെ. അപ്പൊ മരിച്ചു കിടക്കുന്നൊരു മൃതശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഭക്ഷിക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹിത്തുമൂഹു നിങ്ങൾ അതിനെ വെറുക്കുന്നുവല്ലേ? എന്നിട്ട് അള്ളാഹു പറഞ്ഞു വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, സൂക്ഷിക്കണം. എന്നിട്ട് ആശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു തവ്വാബുൻ ഏറെ തൗബ സ്വീകരിക്കുന്നവനാണ്, റഹീം ഏറെ കരുണ ചെയ്യുന്നവനുമാണ് എന്ന്. എന്താണ് ഇവിടെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വളരെ വ്യക്തമാണ്. നിങ്ങളിൽ ചിലർ ചിലരെ കുറിച്ച് ദുഷിച്ചു പറയരുത്. ഈ ഹദീസുകളിൽ വരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദ തലങ്ങളിലേക്ക് പോകുന്നില്ല. ദുഷിച്ചു പറയാന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമുക്കിനി വായിക്കാനുള്ള ഹദീസുകളിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് ഗീബത്ത് ആകുന്നത് എപ്പോഴാണ്? ഒരാളുടെ അസാന്നിധ്യത്തിലാകുമ്പോഴാണ്. ഒരാൾ ഗായിബാകുക, അതാണല്ലോ ഗായിബ് എന്ന് പറഞ്ഞാൽ സ്ഥലത്തില്ലാത്തയാളാണ്. ഹാദിർ എന്ന് പറഞ്ഞാൽ സ്ഥലത്തുള്ളയാളാണ്. അപ്പോൾ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണ് ഗീബത്ത്. അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ. ഉള്ളതാകുമ്പോൾ ഗീബത്തായി, ഇല്ലാത്തതാകുമ്പോഴോ അത് ഗീബത്തുമായി, അതേപോലെ തന്നെ കളവുമായി. അത് ഹദീസുകളിൽ തന്നെ നമുക്ക് ശേഷം വരുന്ന ഹദീസുകളിൽ വായിക്കാനുമുണ്ട്. അവിടെ വെച്ച് വിശദമായി പറയാം. ഇനി അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് അയുഹിബ്ബു അഹദുക്കും, ആ ഉപമ എന്താണ്? ഗീബത്തിനെ ഉപമിച്ചതെന്തിനോടാണ്? ഒരു മൃതശരീരത്തിൽ നിന്ന് നമ്മളൊരു ഭാഗം മുറിച്ച് തിന്നുന്നതിനോടാണ്. ആരെങ്കിലും അത് ഇഷ്ടപ്പെടുമോ? അതും ഒരു മനുഷ്യന്റെ മാംസം ആരെങ്കിലും തിന്നാൻ ഇഷ്ടപ്പെടുമോ? അത് തന്നെ എന്ത് ചെയ്യാണ്? മുറിച്ച് അതിൽ നിന്ന് മുറിച്ച് തിന്നാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? സാധാരണഗതിയിൽ ഗീബത്ത് പറയുമ്പോൾ, ഒരാളുടെ അസാന്നിധ്യത്തിൽ പറയുമ്പോൾ അയാൾക്കത് പ്രതിരോധിക്കാനുള്ള അവസരമില്ല. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾ കേൾക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറയാൻ കഴിയുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ തികച്ചും അയാൾ സ്ഥലത്തില്ല. അപ്പൊ ഏതുപോലെ മയ്യത്തിൽ നിന്ന്, മയ്യത്തിനെ നമ്മൾ എന്ത് ചെയ്താലും അതിന് ഇപ്പം എന്തെങ്കിലും മുറിച്ചെടുത്താലും മയ്യത്ത് പ്രതികരിക്കുമോ? മയ്യത്തിനെ അരുതേന്ന് പറഞ്ഞ് തടയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതാണല്ലോ സ്വാഭാവികമായ രീതി, അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോടാ ഉപമിച്ചത്. മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിൽ നമ്മൾ മുറിച്ചങ്ങനെ തിന്നുമ്പോൾ അതിനോടാണ് ഉപമിച്ചത്. എന്ത്? ഒന്ന്, ഇയാൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല, അയാളുടെ അസാന്നിധ്യത്തിലാണ്, അയാളെക്കുറിച്ച് എന്താ പറയണമെന്ന് അയാൾ അറിയണമെന്നില്ല. രണ്ട്, അയാൾക്കൊന്നും പ്രതിരോധിക്കാനായിട്ട് പറ്റൂല. അപ്പൊ ആ നിലക്കൊക്കെ പിന്നെ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന അറിയിക്കലും ഇതിലുണ്ട്. അത്രത്തോളം വൃത്തികെട്ടൊരു കാര്യമാണത് എന്ന് അറിയിക്കൽ കൂടി ആ ഉപമ പറഞ്ഞതിലുണ്ട്. മാംസം ഭക്ഷിക്കൽ തന്നെ, അത് തന്നെ ഒരു മനുഷ്യന്റെ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ ഫകരിഹ്തുമൂഹു, അള്ളാഹു പറഞ്ഞില്ലേ, അത് നിങ്ങൾ അങ്ങേയറ്റം എന്ത് ചെയ്യുന്നുണ്ട്? വെറുക്കുന്നുണ്ട്. തുടർന്ന് അള്ളാഹു പറയുന്നത് എന്താണ്? വത്തഖുല്ലാഹ്, വീണ്ടും പറയാണ് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടത്. അള്ളാഹുവിന്റെ ശിക്ഷ ഭയപ്പെടണം. കാരണം ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ അമലുകളാണ് കൊടുക്കേണ്ടി വരുന്നത്. പരലോക കോടതിയിൽ നമ്മുടേതായ അമലുകൾ ഗീബത്തിന് വിധേയരായ ആളുകൾക്ക് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്, എത്ര കഷ്ടത സഹിച്ചിട്ടാണ് നോമ്പെടുത്തത്, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. ആ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പരലോകത്ത് നമ്മൾ മുഫ്ലിസുകളായി മാറുക, പാപ്പറായി മാറുക, പരമദരിദ്രരായി മാറുക എന്നുള്ളത് എത്രത്തോളം നമുക്ക് അസഹനീയമാണ്, വിചാരിക്കാൻ പോലും നമുക്ക് കഴിയില്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അത്രത്തോളം വെറുക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് അള്ളാഹനെ നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നഷ്ടം സംഭവിച്ചാൽ വീണ്ടെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നമുക്കിവിടെ ഒരു 100 ദിർഹം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കുറച്ച് പണം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് ഒരു വേള ഒരാൾക്ക് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാനും അത് സമ്പാദിക്കാനും ഒക്കെ ഒരു വേള ഇവിടെ അവസരങ്ങൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ആ നഷ്ടങ്ങൾ പലപ്പോഴും നഷ്ടങ്ങളല്ലാതെ മാറ്റുവാൻ അയാൾക്ക് സാധിക്കും. എന്നാൽ ആലോചിച്ചു നോക്കൂ, മരണാനന്തരം സഹോദരങ്ങളെ,
നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അമല് ചെയ്യാനുള്ളൊരു ചാൻസ് നമുക്കില്ലല്ലോ. പിന്നെ നമുക്ക് ആ ചെയ്തു വെച്ച അമലാണ് നമുക്കായിട്ടുള്ളത്. അതിൽ നിന്ന് മാലോകർക്ക് ഓഹരി വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ പരലോക കോടതിയിൽ വെച്ച് റബ്ബേ എൻ്റെ നിസ്കാരത്തിൻ്റെ കൂലി കൊണ്ടുപോയല്ലോ, എൻ്റെ ഇബാദത്തുകളുടെ കൂലിയൊക്കെ കൊണ്ടുപോയില്ലേ, ഞാൻ ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ പ്രതിഫലം അയാൾക്ക് പോയല്ലോ, അങ്ങനെ എടുത്തു കൊടുക്കും എന്നാണല്ലോ. അങ്ങനെ എടുത്തു കൊടുക്കാൻ മാത്രം നമ്മളെടുത്ത് നന്മകൾ ഇല്ലാതെയായാലോ, നമ്മുടെ ഗീബത്തിന് വിധേയമായ ആളുകളുടെ തിന്മകൾ നമ്മുടെ ഇതിലേക്ക് വരവ് വെക്കുക കൂടി ചെയ്തുകൊണ്ട് അയാളുടെ പാപവും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. അതെന്തുകൊണ്ട്? അയാളോടുള്ള കണക്ക് തീർന്നിട്ടില്ല. എൻ്റെ നന്മ എടുത്ത് കൊടുക്കാൻ അയാൾക്ക് എൻ്റെ അടുത്ത് നന്മയൊന്നുമില്ല. അപ്പൊ അയാളുടെ തിന്മ എൻ്റെ ഇങ്ങോട്ട് വരവ് വെക്കുകയാണ്. അപ്പൊ അത്രത്തോളം ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വത്തഖുല്ലാ. ഉപമ പറഞ്ഞു നമ്മൾ വെറുപ്പിക്കുന്ന നിലക്ക്. നമുക്ക് അങ്ങേയറ്റം വെറുപ്പാണ് ആ സംഗതി. അത്ര മ്ലേച്ഛമാണ്, ആരും മറക്കും വെറുക്കും അല്ലേ? അത്രത്തോളം ഉള്ള ഒരു ഉപമയല്ലേ ഇവിടെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ പറഞ്ഞു തരുന്നതെന്തിനാണ്? നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ചോളിൻ, കാരണം ഇത് വലിയ അപകടത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. അറിയാതെ മനുഷ്യൻ ഇതിൽ ചാടിപ്പോകും. ഇനി മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയാലോ? അങ്ങനെ വന്നു പോയിട്ടുണ്ടാകും, അറിഞ്ഞു വന്നിട്ടുണ്ടാകും, അറിയാതെ വന്നിട്ടുണ്ടാകും, പലതും വന്നിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വന്നു, ഇനിയിപ്പോൾ എൻ്റെ അമലൊക്കെ പോകുമല്ലോ, ഇനി എനിക്കൊരു നിവൃത്തിയില്ലല്ലോ എന്ന നിരാശക്ക് ഇടയില്ലാത്ത വിധത്തിൽ റഹ്മാനായ റബ്ബ് അടുത്ത വാചകം പറഞ്ഞതെന്താ? ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു തവ്വാബാണ്, ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അപ്പം അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ നിരന്തരം നമ്മൾ ഓർത്ത് അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹ് അറിഞ്ഞു അറിയാതെയൊക്കെ എന്തെങ്കിലും വന്നു പോയെങ്കിൽ, അറിഞ്ഞു പറഞ്ഞതുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് പൊരുത്തപ്പെടിക്കാൻ സാധിക്കുമെങ്കിൽ പൊരുത്തപ്പെടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പാപമോചനത്തിന് വേണ്ടി തേടുക, അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ ദുഷിച്ചു പറഞ്ഞ് ഏതെങ്കിലും അങ്ങനെ ദുഷിച്ചു പറഞ്ഞ് ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് ഒരാളെ ചീത്ത പറയുകയോ തെറി പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വേദികളിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞ് അയാളുടെ മനസ്സ് തണുപ്പിച്ച് പൊരുത്തം വാങ്ങി അങ്ങനെയൊക്കെ ആ തിന്മയിൽ നിന്ന് മുക്തമാക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി അത് കൂടുതൽ അപകടത്തിലേക്ക് എത്തുന്നതാണെങ്കിലോ അങ്ങനെ ഒരാളോട് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ അത് കൂടുതൽ ബന്ധം വഷളാക്കും. എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പറയുക, പിന്നെ സൂചനകളായിട്ടൊക്കെ പറയുക. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഒഴിവാകണം. പിന്നെ അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കും. ഇന്നല്ലാഹ തവ്വാബുൻ, അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. റഹീം, ഏറെ കരുണയുള്ളവനാണ്. ഇതിൽ വലിപ്പ ചെറുപ്പൊന്നുമില്ല, എല്ലാവർക്കും ബാധകമാണ് ഈ നിയമം. ആരും ആരെക്കുറിച്ചും പറയാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മക്കൾ മാതാപിതാക്കളെ കുറിച്ച് കൂട്ടുകാരുടെ മുമ്പിൽ പോയി പറയാൻ പാടില്ല. എൻ്റെ ബാപ്പ അങ്ങനെയാണ്, എൻ്റെ ബാപ്പ എന്നോട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനത്തെ സ്വഭാവമാണ്, അല്ലെങ്കിൽ എനിക്ക് വളരെ പിശുക്കനാണ്, വീട്ടിൽ ഞങ്ങളൊരു കാര്യത്തിനും ബാപ്പ പൈസ തരൂല, അല്ലെങ്കിൽ ഉമ്മ അങ്ങനെയാണ്. ഇങ്ങനെ അധികം ബാപ്പമാരെ പറ്റിയാണ് പരാതികൾ ഉണ്ടാവുക. കാരണം അവരാണല്ലോ കാശ് കൊടുക്കേണ്ടത്. അത് ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും പിതാക്കൾക്ക്, ഉപ്പമാർക്ക്, രക്ഷിതാക്കൾക്ക് കാശ് കൊടുക്കാൻ കഴിയുമോ? എന്നിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ പോയിട്ട് പറയാം എൻ്റെ ബാപ്പ അങ്ങനെയാണ്, അത്ര പിശുക്കനാണ്, ഒന്നും തരൂല, ഒന്നും സഹായിക്കൂല, എപ്പോഴും ഭയങ്കര ഒരു മോരത്തെ സ്വഭാവമാണ് തുടങ്ങി. ഇതൊക്കെ ഗീബത്തല്ലേ? അത് വലിയ ഗൗരവമാണ്. കാരണം അത് നമ്മുടെ പിതാവാണ്. നമ്മുടെ പിതാവ് എന്ന് പറയുന്നത് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ ഉപ്പയാണ്. ആ ഉപ്പയെപ്പറ്റി പറയുമ്പോൾ, മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടും. ഇത് വെറുതെ ഒരാളങ്ങനെ ചീത്ത പറയുക, അപമാനിക്കുക, അവഹേളിക്കുക, കുറ്റപ്പെടുത്തുക, ആ വിധത്തിലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടുന്ന കാര്യങ്ങളാണിത് എന്നുള്ളതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ പുലർത്തണം. മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും പണ്ഡിതന്മാർ ഇതിൽ ചില കാര്യങ്ങളിൽ നമുക്കങ്ങനെ പറയാമെന്നുള്ള അനുവാദം തന്നിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പലപ്പോഴും ചില ആളുകളുടെ വിവാഹാന്വേഷണത്തിൻ്റെ വേളകളിൽ ചില ആളുകളെക്കുറിച്ച് അറിയുന്നത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെന്തിനാണ്? അത് ഒരു മസ്ലഹത്താണ്. ഒരു കുടുംബജീവിതം, ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് സുദീർഘമായ ഒരു കാലയളവിൽ മുന്നോട്ട് പോകേണ്ടുന്നൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നമ്മോടൊപ്പം നമ്മുടെ അയൽവാസി, നമുക്ക് ബന്ധപ്പെട്ട ഒരാളെക്കുറിച്ച് ഒരു പുറമേ നിന്ന് വരുന്ന ഒരാൾ അന്വേഷിക്കുകയാണ്. എൻ്റെ മകളെ ഇങ്ങോട്ട് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു, എന്താണ് നിങ്ങൾ, അല്ലെങ്കിൽ മകളെ, അല്ലെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് ഇന്ന കുടുംബത്തിൽ നിന്ന് വിവാഹമെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മസ്ലഹത്ത് ഓർത്തുകൊണ്ട്, അതൊക്കെ അള്ളാഹ്ക്കറിയാലോ,
എന്തുദ്ദേശത്തിനാണ് ഞാൻ പറയുന്നത്? ആ ഉദ്ദേശം മനസ്സിൽ കൃത്യമായി അള്ളാഹു അറിയുന്നുണ്ട് എന്ന നിലക്ക് മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന നേരത്ത് എനിക്കിഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എൻ്റെ ഒരു മകൻ വിവാഹം കഴിക്കുന്ന വേളയിൽ ആ പെണ്ണിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതെൻ്റെ സഹോദരനും അങ്ങനെ തന്നെ ആയിരിക്കും, മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ആ വിധത്തിൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്ന അനിവാര്യമായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. കാരണം അത് അങ്ങനെ അടിവരയിട്ട് പറയാൻ കാരണം എന്താണ്? അത് പറഞ്ഞാൽ അപ്പം അത് ഗീബത്താവൂലേ എന്ന് പേടിച്ചിട്ട് നമ്മൾ പറയൂല. എന്നിട്ട് പല ബന്ധങ്ങളും ഒരു വേള മഹാ അപകടത്തിൽ ചെന്ന് ചാടും. സ്ഥിരം മദ്യപാനിയായിരിക്കും, അല്ലെങ്കിൽ പല തോന്നിവാസങ്ങളും അവരിൽ ഉണ്ടാകും, ദുശ്ശീലങ്ങൾ ഉണ്ടാകും. അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും മൂടി വെച്ചാൽ ഒരു കുടുംബം ഒരു പക്ഷേ വഴിയാധാരമാകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അത് ആ പേരും പറഞ്ഞിട്ട് കല്യാണം മുടക്കുന്ന കുറേ ആളുകളുണ്ട്. കല്യാണം മുടക്കികൾ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. ഏത് അന്വേഷണം വന്നാലും അത് നടക്കരുത്, അങ്ങനെ ഇപ്പോൾ അവൻ്റെ മോളെ കല്യാണം നടക്കണ്ട, അല്ലെങ്കിൽ അവന് പെണ്ണ് കിട്ടണ്ട എന്നൊക്കെയുള്ള ഉദ്ദേശം. ഇതൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലല്ലേ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും ഓരോരുത്തരുടെയും മനസ്സ് ചൂഴ്ന്നു നോക്കാനൊന്നും ആർക്കും പറ്റൂല. നമുക്കാർക്കും സാധിക്കൂലല്ലോ എന്ത് ലക്ഷ്യത്തിലാണ് ഒരാൾ പറയുന്നത് എന്നൊക്കെ. അത് അള്ളാഹുവിൻ്റെ കോടതിയിലാണ് തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് പറയുന്നത്? നിങ്ങൾ വത്തഖുള്ള, നിങ്ങൾ അള്ളാനെ സൂക്ഷിച്ചോളിൻ. കാരണം ഇതൊരാൾക്കും പറയാൻ പറ്റൂല. ഞാൻ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ലക്ഷ്യത്തിന് പറയുന്നു എന്ന് എൻ്റെ മനസ്സ് നന്നായി അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. അതിനനുസരിച്ച് റബ്ബ് എന്നോട് ഇടപെടും. ഇവിടെയൊക്കെ ആളുകളുടെ മുമ്പിൽ എനിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അറിയുന്ന റബ്ബ്, അവനാണ് പരലോകത്ത് എന്നോട് ഇടപെടുക, അവനാണ് എന്നെ വിചാരണക്കെടുക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധവും പേടിയും നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയേണ്ടിടത്ത് നമ്മൾ പറയേണ്ടി വരും. അത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതേപോലെ നമുക്കൊരാളെക്കുറിച്ച് അയൽവാസിയാണ്, അല്ലെങ്കിൽ ബന്ധുക്കളാണ്, ആരോ ആകട്ടെ, ഏതോ ഒരു വ്യക്തിയാവട്ടെ, ആരെക്കുറിച്ച് ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ മറ്റൊരാളോട് കംപ്ലൈൻറ്റ് പറയേണ്ടി വരും. കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അയാളെക്കുറിച്ച് നല്ലതല്ലല്ലോ പറയണത്, അയാൾക്ക് ഇഷ്ടമല്ലാത്ത തന്നെ നമ്മൾ പറയുക. കേസ് കൊടുക്കുകയാണ് അയാളെക്കുറിച്ച്. അപ്പോൾ ഖാദിയുടെ മുമ്പിൽ, ജഡ്ജിയുടെ മുമ്പിൽ, എവിടെയാണോ അത് വിചാരണ നടക്കുന്ന കേന്ദ്രമെങ്കിൽ അവിടെ അപരന് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറയേണ്ടി വരും, അവർക്ക് ഇങ്ങോട്ടും പറയേണ്ടി വരും. അങ്ങനെ കുറേ മേഖലകളിൽ നമുക്ക് ഇളവുകൾ തന്നിട്ടുണ്ട്. പക്ഷെ ആ ഇളവുകളെ പരത്തി വിപുലമാക്കിയിട്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഒപ്പിച്ച് അതിനെ പറഞ്ഞ് വരുത്തി അതിൻ്റെ ഒരു അപകട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും പാടില്ല. അവിടെയൊക്കെ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഞാനൊരു കാര്യത്തിൽ ഇടപെടുന്നുവെങ്കിൽ, സംസാരിക്കുന്നുവെങ്കിൽ, അതെന്നേക്കാൾ അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബ് അറിഞ്ഞിട്ടുണ്ട്, അറിയാം അവന്. അതുകൊണ്ട് അവനെ പേടിക്കണം എന്നാണ്. വത്തഖുല്ലാ, അതാണ് ആ പറഞ്ഞ വാചകം. നിങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് അത് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? വത്തഖുല്ലാ, നിങ്ങൾ അള്ളാനെ പേടിച്ചോളിന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവൻ കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്, അവൻ ഇടപെടും, അവനാണ് എന്നോട് ഈ കാര്യത്തിലൊക്കെ സംസാരിക്കുക എന്നുള്ള, നാളെ പരലോകത്ത് ഞാനുമായിട്ട് പ്രതിഫലത്തിന് വിചാരണക്ക് ഞാൻ നേരിടേണ്ടി വരിക, അവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ മനസ്സിൽ നന്നായി ഉണ്ടാകണം. അപ്പം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പുറത്തു പോയിട്ട് അങ്ങനെ പറയാ, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പുറത്തു പോയിട്ട് അങ്ങനെ പറയാ, അതും പാടില്ല. അത് കുടുംബാംഗങ്ങളിലാകുമ്പോൾ പറ്റും. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഫാസിഖീങ്ങളുണ്ട്, തെമ്മാടികളായ ആൾക്കാരാണ്, അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റുമോ നമുക്ക്? അതും പറ്റൂല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, ആ വൻപാപൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു നടക്കാൻ. അങ്ങനെ പറഞ്ഞു നടക്കാനൊന്നും നമുക്ക് വകുപ്പില്ല. അവരോട് നമുക്ക് സ്നേഹത്തോടുകൂടെ പറയുമ്പോൾ പറയാം, അതിൻ്റെതായ രീതിയിൽ നസീഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പറയാം. അയാൾ ആ തിന്മയിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി അയാളോട് പറയാം. അവിടെയൊക്കെ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. എന്തെൻ്റെ ഉദ്ദേശം? ഒരാളെ ചീത്ത പറയലാണോ, തെറി പറയലാണോ, സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരാളെ അവഹേളിക്കണമെന്നാണോ, അപമാനിക്കണമെന്നാണോ, തെറി പറയണമെന്നാണോ, എന്നിട്ട് എനിക്കിങ്ങനെ മേൽക്കൈ നേടണമെന്നാണോ? അതൊക്കെ അള്ളാഹു തീരുമാനിക്കും. നേരെ മറിച്ച് എവിടെയാണ് നസീഹത്ത്, ഗുണകാംക്ഷയുള്ള സംസാരം, നസീഹത്ത് എവിടെയാണ് എന്നൊക്കെ അതാർക്കറിയാം? അള്ളാഹുവിനറിയാം. ലോകത്ത് ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നതല്ല
നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ്. ഒരാളുടെ വൈകല്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട്, ഇപ്പം ചിലപ്പോൾ അയാൾ കണ്ടില്ലേ, പിന്നെ ചട്ടക്കാലനാണ് അല്ലെങ്കിൽ മോടന്തൻ എന്നൊക്കെ ചിലപ്പോൾ ഒരാളെ അയാളിലുള്ള ഒരു വൈകല്യത്തെ മോശപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറയാൻ പാടില്ല. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ പറഞ്ഞാൽ സമൂഹത്തിൽ അറിയുള്ളൂ, അയാൾക്കത് കേൾക്കുന്നൊരു ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും. അതായത് ചിലപ്പോൾ ചില ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി ആ കാഴ്ച ഇല്ലാത്ത എന്ന സഹോദരൻ അല്ലെങ്കിൽ എന്ന ആള് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലും അത്രമാത്രം പറഞ്ഞാലേ അറിയപ്പെടുകയുള്ളൂ എന്നുള്ളിടത്തെ പറയാവൂ എന്നാണ്. ഗൗരവമാണ് സഹോദരങ്ങളെ. ഹദീസുകളിലൊക്കെ നമുക്കിതിന് ശേഷം വരുന്ന ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പണ്ട് നടന്നുപോയ സംഭവങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അതാണ് ഇന്നല്ലാഹു തവ്വാബുർ റഹീം. തീർച്ചയാണ് അള്ളാഹു തൗബ സ്വീകരിക്കും. അള്ളാഹ് ഏതാ പൊറുക്കാത്തത്? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പൊറുക്കൂല എന്ന് പറഞ്ഞ സംഗതിയല്ലേ. അവനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവന് മക്കളുണ്ട് എന്ന് പറയുക, അവരോട് പോലും അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞ, അവന് മക്കളുണ്ടെന്ന് പറഞ്ഞ കക്ഷികളോട് പോലും വിശുദ്ധ ഖുർആൻ ഇടപെട്ടപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ്? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു, അവർക്ക് അള്ളാഹിനോട് തൗബ ചെയ്തൂടെ, അവർക്ക് പൊറുക്കലിനെ തേടിക്കൂടെ എന്നാണ്. അള്ളാഹ് പുറത്തു കൊടുക്കും, അള്ളാഹു തൗബ സ്വീകരിക്കും. അത് വലിയ പ്രതീക്ഷക്ക് വകയുള്ള വാചകമാണ്. അവൻ നമ്മളങ്ങനെ ശിക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ക്രൂരനല്ല. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അതാണ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി ഇമാം നവവി അടുത്ത ഇതിനോട് ഉപോത്ബലകമായ ആയത്തായി കൊടുത്തത് സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ സൂക്തമാണ്. അവിടെ എന്താ പറയുന്നത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വലാ തഖ്ഫു, നീ പിന്തുടരരുത്, പിന്നാലെ കൂടരുത്. ഏതിൻ്റെ? മാ ലൈസ ലക, നിനക്കില്ല, ബിഹി, അതിനെക്കുറിച്ച് ഇൽമുൻ, അറിവില്ല. നിനക്കറിവില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. എന്തിലും കയറി ചാടി വർത്താനം പറഞ്ഞ് ഇടപെട്ട് സംസാരിച്ച് അഭിപ്രായം പറഞ്ഞ് നമുക്ക് അറിയുന്നത് മാത്രം പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ശർഈയായ കാര്യങ്ങളിൽ അറിവില്ലാത്തത് പറയരുത്. ഇന്ന് എന്ത് കാര്യത്തിലും ഫത്വകളൊക്കെ നൽകുന്ന ആളുകളെ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. എന്താ അള്ളാഹ് പറയുന്നത്? ഇന്ന സംഅ, തീർച്ചയായും കാത്, വൽ ബസറ, കണ്ണ്, വൽ ഫുആദ, ഹൃദയം, കുല്ലു ഉലൈക, തീർച്ചയായും കുല്ലു ഉലൈക, അവയെല്ലാം തന്നെ കാന അൻഹു മസ്ഊലാ, ലോക കോടതിയിൽ അതിനെക്കുറിച്ച് കൃത്യമായി ചോദിക്കപ്പെടുന്നവയാണതൊക്കെ. എല്ലാം ചോദിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ അറിവ് നേടുന്നത് എന്തുകൊണ്ടാണ്? കണ്ണുകൊണ്ട് കണ്ടിട്ടാണ്, കേട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ്, വായിച്ചു പഠിച്ചതും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ വായിച്ചതും കേട്ടതും കണ്ടതുമൊക്കെ ചിന്തിച്ച് അവൻ്റെ ഹൃദയത്തിലൂടെ അവൻ നല്ലോണം ആലോചിച്ച് അങ്ങനെയൊക്കെ നല്ല ഇടപെടലുകൾ നടത്തേണ്ടുന്ന വലിയ നിഅമത്താണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കണ്ണും കാതും ഖൽബുമൊക്കെ. അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ, അസ്ഥാനത്ത് പ്രയോഗിക്കുമ്പോൾ അപകടങ്ങൾ വരികയാണ്. അള്ളാഹു നമുക്ക് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കണ്ണും കാതുകളും കണ്ണുകളും ഹൃദയങ്ങളും ഒക്കെ അള്ളാഹ് നൽകിയതെന്തിനാ? നിങ്ങൾ നന്ദി കാണിക്കുവാനാണ് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവരില്ലാത്തത് പറയരുത്. ഇവരുള്ളത് പറയാം. ഇസ്ലാമിലെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടാകേണ്ടുന്ന കുറേ ഇൽമുകളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. അത് പഠിച്ച് അത് നമ്മളോട് ചോദിക്കുമ്പോൾ അറിവുള്ള ആളാണെങ്കിൽ അറിയാത്ത ആളുകൾ ചോദിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതേ അവസരത്തിൽ ലോകത്ത് എല്ലാ ഇൽമും കൂടെ ഒരാൾക്ക് തികഞ്ഞിട്ടേ സംസാരിക്കാൻ പറ്റുമെന്നുണ്ടോ? അത് നടപ്പില്ല. കാരണം എല്ലാം തികഞ്ഞ ആൾക്കാർ ഇവിടെ ആരാ ഉള്ളത്? ഖണ്ഡിതമായ കാര്യങ്ങളല്ലാത്ത അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാകും. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള കർമ്മശാസ്ത്രപരമായ ഫിഖ്ഹിയായ മസ്അലകൾ ഉണ്ടാകും. വ്യത്യസ്തങ്ങളായ ദിക്റുകൾ, ദുആകൾ, പല രീതിയിൽ വന്നിട്ടുള്ളത് എല്ലാം ചൊല്ലാം നമുക്ക് എന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ നമുക്ക് അറിയുന്നത് പറയാം, അറിയില്ലെങ്കിൽ അത് ആ വിഷയത്തിൽ എനിക്ക് അറിയുന്നത് ഇതാണ്, അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് എന്ന് പറയാം. നേരെ മറിച്ച് ഖണ്ഡിതമായൊരു കാര്യം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല.
അത് പിന്നെ അവിടെ വേറെ വർത്താനൊന്നുമില്ല. അവിടെ അറിയുന്നത് മിണ്ടാതിരിക്കാൻ പാടില്ല. അപ്പൊ അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്, അറിയാത്തത് പറയരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അതൊരാളെ കുറിച്ചാവട്ടെ, വ്യക്തിയെ കുറിച്ചാവട്ടെ, ആരെക്കുറിച്ചാവട്ടെ, അറിയില്ലെങ്കിൽ പറയണ്ട. അറിയുന്നത് പറഞ്ഞാൽ മതി, അറിയാത്തത് പറയരുത്. കാരണം നമ്മുടെ ഈ കണ്ണും ഈ കാതും ഈ കൽബും ഹൃദയമൊക്കെ അള്ളാഹിന്റെ കോടതിയിൽ ചോദിക്കപ്പെടും. നിനക്കിതൊക്കെ തന്നില്ലേ? നീ എന്തൊക്കെയാ കണ്ടത്? എന്തൊക്കെയാ നീ കേട്ടത്? എന്തൊക്കെയോ നീ ചിന്തിച്ചു കൂട്ടിയത്? ഏതൊക്കെ കാര്യങ്ങളിലാണ് നീ ഇടപെട്ടത്? ഒക്കെ ചോദ്യം ഉണ്ടാവില്ലേ? അവിടെ വേറെ ആരും ഉണ്ടാവില്ലല്ലോ, ആരും ഉണ്ടാവില്ല. നമ്മുടെ സംരക്ഷണത്തിന്, നമ്മുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. അവിടെ വാപ്പാക്ക് മക്കളെ വേണ്ടാത്ത ലോകമാണ്. മക്കൾക്ക് വാപ്പാനെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, ആങ്ങളക്ക് പെങ്ങളെ വേണ്ട, തിരിച്ചും വേണ്ട, ആർക്കും ആരെയും വേണ്ട. നഫ്സി നഫ്സി എന്നാണ് ബേജാറ്. അപ്പൊ അവരവരെ കാര്യം നോക്കണ്ടേ? തീർച്ചയായും നോക്കണം. അവിടെ മസ്ഊൽ ചോദിക്കപ്പെടുക നമ്മൾ തന്നെയാണ്. അത് ഗൗരവത്തോടെ ചിന്തിക്കണം എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ നമ്മുടെ ഓരോ അവയവങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം, നാവ് ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമതായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായി കൊടുത്തത് സൂറത്ത് ഖാഫിലെ 18-ാമത്തെ സൂക്തമാണ്. അതെന്താണ്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരു വാക്കും മനുഷ്യൻ ഉരിയാടുന്നില്ല, മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. ലഫള എന്ന് പറഞ്ഞാൽ മൊഴിഞ്ഞു, പറഞ്ഞു, ഉരിയാടി എന്നൊക്കെയാണ്. ഒരു ലഫ്ളും മനുഷ്യൻ പറയുന്നില്ല ഇല്ലാ ലദൈഹി, അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ. റഖീബുൻ, റഖീബ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നയാളുണ്ട് അവിടെ. അതുപോലെ തന്നെ അതീദ്, ഹാളിറാണ്. അപ്പൊ അവിടെ ഹാജറുള്ള സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന റബ്ബിന്റെ മലക്കുകൾ അതൊക്കെ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ചോളണം, അതൊക്കെ രേഖയിൽ വരികയാണ്, എല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെക്കപ്പെടുകയാണ് എന്ന്. അപ്പൊ അറിവില്ലാത്തത് പറയരുത്. അതുപോലെ തന്നെ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതൊക്കെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു, മൻ ഖാല ഫിൽ ഖുർആനി ബിറഈഹി ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ. കണ്ടോ, നമ്മൾ പറയുന്ന അറിവില്ലാത്ത കാര്യം ഖുർആനിലൊരു ആയത്തിനെ കുറിച്ചൊക്കെ ആണെങ്കിലോ വളരെ ഗൗരവം കൂടല്ലേ? അള്ളാഹിന്റെ പേരിൽ പറയുമ്പോൾ അത് മഹാപാതകമായിട്ട് മാറും. അല്ലെങ്കിൽ തന്നെയും ഗീബത്ത് എന്ന് പറയുന്നത് ചെറുദോഷമൊന്നുമല്ല. അത് സാധാരണ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ഇബാദത്തുകൾ കൊണ്ടൊന്നും പരിഹൃതമാകുന്ന ചെറുദോഷത്തിൽപ്പെട്ടതല്ല. അത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് അപ്പം നമ്മൾ ഉളു എടുക്കുന്നതോടുകൂടി ഇപ്പം നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി ഇറങ്ങിപ്പോകുന്ന ഹദീസിലില്ലേ? പള്ളികളിലേക്ക് നിസ്കാരത്തിന് നമ്മൾ നടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് കൊണ്ട് നമ്മുടെ പാപം പൊറുക്കപ്പെടുമെന്ന് ഹദീസിലില്ലേ? അതുപോലെ തന്നെ ഒരു റമദാനിലെ നോമ്പ് അടുത്ത റമദാനിലെ നോമ്പിന്റെ ഇടയ്ക്കുള്ള പാപങ്ങളെ പൊറുപ്പിക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ. ഒരു ജുമഅ അടുത്ത ജുമഅക്കിടക്കുള്ള പാപങ്ങളെ പൊറുപ്പിക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ. ചില ദിക്റുകൾ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരയോളവും പതയോളവും പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനതൊക്കെ പരിഹാരമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളതൊക്കെ ചെറുദോഷങ്ങളെ കുറിച്ചാണ്. അതിലൊന്നും ഇത് അതുകൊണ്ടൊന്നും പോവില്ല. ഗീബത്ത് അതുകൊണ്ടൊന്നും പോവില്ല. ഇത് വൻ പാപമാണ്, വൻ കുറ്റം എന്നാണ് ഗീബത്തിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം ഓർത്ത് അള്ളാഹിനോട് തൗബ ചെയ്യുന്ന വേണമെന്നാണ്. അപ്പം അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലായില്ലേ? സാധാരണ നമ്മുടെ അമലുകൾ കൊണ്ടൊന്നും അത് പരിഹൃതമാവൂല. അത് അതന്നെ പ്രത്യേകം പടച്ചവനോട്, കാരണം അത് പറയുന്ന ആളെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകമായ പദവി അനുസരിച്ച് അതിൻ്റെ ഗൗരവം വളരെ വളരെ 10 മടങ്ങ് 1000 മടങ്ങ് ഇരട്ടിയാവും. അപ്പം അള്ളാഹിനെ കുറിച്ചാണ് പറയണത്. അള്ളാഹിനെ കുറിച്ച് അറിവില്ലാത്തത് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പറയാണ്. ഒക്കെ ഗൗരവമായിട്ട് മാറും. എന്തുച്ചരിക്കുന്നിടത്തും അത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള ആ ആയത്തിന്റെ തുടക്കത്തിൽ എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. വലഖദ് ഖലഖനൽ ഇൻസാന, തീർച്ചയായും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രൊഡക്ഷനാണ്, റബ്ബിൻ്റെ പ്രോഡക്റ്റുകളാണ് നമ്മൾ.
അവനാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് വൻ അയലമു, അള്ള പറയാണ്. അങ്ങനെ ആർക്കാ പറയാൻ കഴിയുക? ആർക്കാ അതിന് അർഹതയുള്ളത്? വൻ അയലമു, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഞാനാ പടച്ചത്, ഞാനാ ഉണ്ടാക്കിയത്. അതുകൊണ്ട് വൻ അയലമു, നമുക്ക് നന്നായി അറിയാം. മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ മനസ്സിൽ എന്തൊക്കെ തോന്നലുകളുണ്ട് എന്നുള്ളത് വരെ അവൻ പറയുന്നും വേണ്ട. തോന്നലുകൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരുന്നു എന്ന് വരെ നമുക്കറിയാം. അത്രത്തോളം അവനോട് നാം അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒക്കെ അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് കൃത്യവും സൂക്ഷ്മവുമായ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, രേഖയിലുണ്ട്. എല്ലാം ശരി പകർപ്പെടുക്കുന്നുണ്ട്. മനുഷ്യ മനസ്സുകളിൽ തോന്നുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് നമ്മുടെ നാവ് പോലെയല്ല നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിലൊരു കാര്യം വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് വന്നു പോകും ചിലപ്പോൾ. പക്ഷെ അതുകൊണ്ട് പോലും ശിക്ഷിക്കുമോ എന്ന് സഹാബത്തൊക്കെ പേടിച്ചു. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പലതും നമ്മളെ മനസ്സിൽ തോന്നും. ഹറാമായ കാര്യം തോന്നും, തെറ്റായ കാര്യം തോന്നും. അതുകൊണ്ടൊക്കെ ശിക്ഷ ഉണ്ടാകുമോ? സഹാബികൾക്ക് പേടിയായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്ത്? അവരുടെ മനസ്സുകളിൽ തോന്നുന്ന എല്ലാ കാര്യത്തിനും അള്ളാഹ് നമ്മളെ ശിക്ഷിക്കൂല. നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം കൂടി വരണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പലതും പല തോന്നലുകളും ഇങ്ങനെ വരും. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തയിൽ പലതും വരും. എന്നാൽ അതിനൊക്കെ ഇപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടുമോ? കഴിയില്ലല്ലോ. നമ്മളെ കൺട്രോളിലല്ലല്ലോ നമ്മുടെ മനസ്സ്. അപ്പോൾ അത് എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള സംഗതിയാണ്. അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന തോന്നലുകൾക്കൊന്നും അള്ളാഹു ശിക്ഷിക്കൂല. ഏതുവരെ ആ തോന്നലനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയോ അതിനനുസരിച്ചുള്ള വാക്കുകൾ പറയുകയോ ചെയ്യാത്തിടത്തോളം കാലം. രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത്. ഒന്നാ മനസ്സിൽ തോന്നുന്നു നമ്മൾ പറയരുത്. പറഞ്ഞാൽ പിന്നെ നമ്മളത് പറയലായി, അപ്പോൾ തെറ്റായി. അതേപോലെ തന്നെ അതിനനുസരിച്ച് നമുക്ക് ആ തോന്നുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുക, അപ്പോഴും തെറ്റായി. അതല്ലാത്ത നിലക്ക് മനുഷ്യന്മാരുടെ മനസ്സിൽ പലതും ഇങ്ങനെ വന്നു പോകും, പല ചിന്തകളും. അള്ളാഹു കാക്കട്ടെ, അത്തരം ദുഷിച്ച ചിന്തകളൊക്കെ വരാതെ റബ്ബിൻ്റെ കാവലുണ്ടാകട്ടെ എന്ന് പറയാം. അതിപ്പോൾ ചിലപ്പോൾ എല്ലാവരും മനസ്സിലും ഇങ്ങനെ വരും. വരണ്ടാന്ന് വിചാരിച്ചാലും വരും. അത് നിവൃത്തിയൊന്നുമില്ല. പക്ഷേ നമ്മളുടെ നാവുകൾ കൊണ്ട് അതിനെ പറയുക, ആ തോന്നലിനെ സത്യപ്പെടുത്തുന്ന നിലക്ക് വാക്കുകൾ പറയുകയോ ആ തോന്നലിനെ സത്യപ്പെടുത്തുന്ന നിലക്ക് പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം റബ്ബ് ശിക്ഷിക്കുകയില്ല. അവൻ നമ്മോട് അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യമാണെന്ന സന്തോഷ വാർത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സഹോദരങ്ങളെ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. തുടർന്നുകൊണ്ട് ശേഷം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇരുസബദ്ധമായി പറഞ്ഞിട്ടുള്ള ഹദീസുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അടുത്ത അവസരത്തിലൂടെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അവൻ ഇഷ്ടമില്ലാത്ത സർവ്വ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള മഹാഭാഗ്യം, തൗഫീഖ് നമുക്കൊക്കെ അവൻ നൽകി നമ്മെ എല്ലാവരെയും അവൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അവൻ പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.